عن أبي ذر رضي الله عنه قال قلت يا رسول الله ألا تستعملني. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീത്താണ്. അബൂദർ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹം അത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അലാ തസ്തഅ്മിലുനി, അങ്ങ് എന്നെ ഗവർണർ ആക്കുന്നില്ലയോ, എനിക്ക് അധികാരം നൽകുന്നില്ലയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അധികാരങ്ങളും സ്ഥാനങ്ങളൊക്കെ അലങ്കാരമായി കാണുന്നവരാണ് മനുഷ്യൻ. ഒരു പദവി കിട്ടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അവൻ എന്തും പണയം വെക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല സംഗതിയാണ്. നല്ല നിയ്യത്തോടു കൂടെയാണെങ്കിൽ ഏത് അധികാരവും ഹൈറാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ഇപ്പം എല്ലാവർക്കും അധികാരമാണ്, സ്ഥാനം വേണം, എന്നെ മത്സരിപ്പിക്കണം, ഞാൻ മെമ്പറാവണം, ഞാൻ കൗൺസിലറാകണം, ഞാൻ ചെയർമാനാകണം എന്നെല്ലാവർക്കും ഒരു വികാരം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. അതിന് വേണ്ടിയാണ് മനുഷ്യൻ കുപ്പായിട്ട് നടക്കുന്നത്. അപ്പോൾ നല്ല നെയ്യത്തിൽ ഇഖ്ലാസോട് കൂടെ ആണെങ്കിൽ കൂലി കിട്ടും. അല്ലെങ്കിൽ അധികാരമോഹമാണ്, പേരും പ്രശസ്തി, ആൾക്കാരെ ബഹുമാനിക്കുക, മെയിൻറ്റ് ചെയ്യുക. ഒരു സ്ഥാനത്ത് ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു പേര് എടുത്തിങ്ങനെ വിളിക്കുമ്പോൾ, അഭിസംബോധന ചെയ്യപ്പെടുമ്പോൾ അതുകൊണ്ട് നിർവൃതിയും കുറുവൃതിയൊക്കെ കിട്ടുന്ന ഒരവസ്ഥ, അതാണ് ഇപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ. ഈ തൻപോരിമ അല്ലെങ്കിൽ ലോകമാന്യം എന്നൊക്കെ പറയും. അപ്പോൾ ഒരു സ്വഹാബി വന്ന് നബി തങ്ങളോട് പറയാണ്, ഇന്നങ്ങൾക്ക് അധികാരിയാക്കിക്കൂടെ, അലാതസ്തഅ്മിലുനി, അങ്ങ് എന്തുകൊണ്ട് എന്നെ അധികാരിയാക്കുന്നില്ല? ഒരു പ്രവിശ്യയുടെ, ഒരു സ്ഥലത്തിൻ്റെ ഒരു ഗവർണറായി അല്ലെങ്കിൽ അവിടുത്തെ ഒരു കലക്ടറായി. നബി തങ്ങളുടെ കാലത്ത് ഓരോ സ്ഥലത്തേക്ക് ഓരോ ഗവർണർമാർ, അധികാരികളെ നിയമിക്കലാണ്. എന്നെന്തുകൊണ്ട് അധികാരം നൽകി അങ്ങ് അധികാരിയാക്കുന്നില്ല? അലാതസ്തഅ്മിലുനി. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫളറബ ബിയദിഹി അലാ മൻകിബി. അപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുമരിൽ കൈ കൊണ്ട് മെല്ലെ അടിച്ചു. ചുമരിൽ ഇങ്ങോട്ട് തട്ടിയിട്ട് അദ്ദേഹം പറയാണ്, നബി തങ്ങൾ അവിടുത്തെ കൈ കൊണ്ട് എൻ്റെ ചുമരിൽ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, എടാ അതൊക്കെ വേണോ, അങ്ങനെ അധികാരമൊക്കെ വേണോ? യാ അബൂദർ ഇന്നക ദഈഫ്, നീ ദുർബലനാണ്, നീ ബലഹീനനാണ്. ഒരു അധികാരമൊക്കെ കിട്ടിയാൽ അതിൻ്റെ ഹക്ക് പ്രകാരം കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ വലിയ അടങ്ങാറല്ലേ? വൈന്നഹ അമാനത്തുൻ, അത് അമാനത്താണ്. ജനങ്ങൾ അധികാരം ഏറ്റെടുക്കുക, ജനങ്ങളെ മേലുള്ള സ്ഥാനങ്ങൾ ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു അമാനത്താണ്. വൈന്നഹ യൗമൽ ഖിയാമത്തി ഖസിയുൻ, അത് നാളെ പരലോകത്തേക്ക് വരുമ്പോൾ വമ്പൻ പരാജയമായിരിക്കും. വ നദാമത്തുൻ, വലിയ ദുഃഖവും ഖേദവുമായിരിക്കും. ദുനിയാവിലൊരു സ്ഥാനം അലങ്കരിച്ചാൽ ആ സ്ഥാനത്തിനനുസരിച്ച് അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ, അവന് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൻ്റെ ദൗത്യ നിർവഹണത്തിൽ അവന് എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അത് പരലോകത്തവന് വലിയ ഖേദമായി വരും. ഇവിടെ മെമ്പറാണ്, പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, ചെയർമാനാണ്, കൗൺസിലറാണ്, പേരിന് രസമുണ്ടാവും. ബോർഡും പോലൊക്കെ അവളെ പേരുണ്ടാവുക, പത്രത്തിൽ പേര് വരിക, നോട്ടീസിലൊക്കെ മുകളിൽ പേരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ അതൊക്കെ വലിയ സംഭവമാണെന്നാണ് കരുതിയത്. എവിടെ അത് കഴിഞ്ഞാൽ പിന്നെ ആര് തിരിഞ്ഞു നോക്കണം? ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആര് തിരിഞ്ഞു നോക്കണം? പഴയ കാലത്ത് പറയണ പോലെ ഒരു നിലയും വരെ ഇല്ലാത്ത അവസ്ഥക്ക് മനുഷ്യൻ അല്ലേ? മന്ത്രിയാണെങ്കിലും ഇനി രാജാവാണെങ്കിലും 5 കൊല്ലം കഴിഞ്ഞാൽ മനുഷ്യന്മാരെ വരെ മറക്കുകയാണ്. മന്ത്രിയാണെങ്കിൽ പോലും പിന്നെ പേര് ഓർക്കണ പോലുമില്ല, എവിടെയായിട്ടുണ്ടാവില്ല. അത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കണില്ല മനുഷ്യൻ. ഞാൻ എന്തോ സംഭവമാണെന്ന് കരുതുക. പാവങ്ങളെ സഹായിക്കുക, ബുദ്ധിമുട്ടാക്കുക, അതിനൊന്നും പിന്നെ അവരെ കാണൂല. വോട്ട് ചോദിക്കാൻ നേരത്ത് മാത്രം ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിഗണന മെയിൻ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ എല്ലാ പ്രയാസങ്ങളും ഞാൻ നീക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വരിക. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ആ സ്ഥാനങ്ങൾ ഖിസിയുൻ, വമ്പൻ പരാജയമായിരിക്കും. വനദാമത്തുൻ, വലിയ ഖേദവുമായിരിക്കും അവർക്ക്. നാളെ പരലോകത്ത് മഹ്ശറിന് കൈ കടിച്ച് അവർ കരയേണ്ടി വരും. ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ, ആ അധികാരത്തെ യഥാർത്ഥ ഹക്കോടുകൂടെ പിടിച്ച ആളൊഴികെ, അധികാരത്തെ ശരിയായ ഹക്ക് പ്രകാരം വീട്ടി നല്ല നിലക്ക് വഅദ്ദല്ലദീ അലൈഹി ഫിഹാ, അവനക്ക് ചുമതല ഏൽപ്പിക്കപ്പെട്ട അവൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നവർ ഒഴികെ അവർക്ക് പിന്നെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവർ ശരിക്കും നിർവഹിച്ചല്ലോ. അങ്ങനെ ശരിക്കും നിർവഹിച്ച ആൾക്കാരല്ലാത്ത ആൾക്കാർക്കൊക്കെ അത് വലിയ ശിക്ഷയും വലിയ ഭാരവുമായി വരികയും പരലോകത്തവർ ഖേദിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നിരുത്സാഹപ്പെടുത്തി, മാക്സിമം നിരുത്സാഹപ്പെടുത്തി.
താല്പര്യം ഇല്ലാതെയാക്കി. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്ഥാനങ്ങളും ഇത്തരം സാഹചര്യങ്ങൾ ഇട്ടെറിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടല്ല. അത് വലിയ ഉത്തരവാദിത്വം നിറഞ്ഞതാണ്. അത് പേര് അലങ്കാരമായി മാറാണ്. ഭാരവാഹി എന്നാ പറയാം. മദ്രസ ആണെങ്കിലും പള്ളിയാണെങ്കിലും ഏത് കമ്മിറ്റി ആണെങ്കിലും ഭാരവാഹി എന്ന് പറയുന്നത് ഭാരം വഹിക്കുന്ന ആളെന്നാ. എല്ലാ ഭാരവും അവർ വഹിക്കുക വേണ്ടത്. നേരെ മറിച്ച് ഇന്ന് ജനങ്ങളാണ് ഇവർ ജനങ്ങൾക്ക് ഭാരമായി, ജനങ്ങൾ ഇവരെ വഹിക്കേണ്ട ഒരവസ്ഥ. ജനങ്ങൾ ഭാരവാഹികളായി മാറുകയാണ്, ഒരു ബാധ്യതയായി മാറുക. ഒന്നും സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കില്ല, ഒന്നിട്ട് ചെയ്യൂല. അപ്പോൾ ഒരാൾ സ്ഥാനത്തുണ്ടാകുമ്പം ബാക്കിലുള്ള ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ സ്വാഭാവികമായി തടസ്സം ഉണ്ടാവും. ഇപ്പം ഞാനുണ്ടല്ലോ അതിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കൺവീനറല്ല, ഞാൻ ഇപ്പോൾ അതിൻ്റെ സെക്രട്ടറി അല്ല, പ്രസിഡൻ്റ് അല്ല. പിന്നെ ഇപ്പം ഞാനവിടെ ഇടപെട്ട കാര്യങ്ങളൊക്കെ ശരിയാക്കുമ്പോൾ ആൾക്കാരെന്താ പറയുക, ആളാവുകയാണെന്ന് പറയും. അപ്പോൾ ഞാൻ ചെയ്യൂല. കാരണം മുമ്പിലൊരാളുണ്ട്, ഒരു പ്രസിഡൻ്റ് ഉണ്ട് ഉദാഹരണം. അല്ലെങ്കിൽ നമ്മളെക്കാൾ സ്ഥാനമുള്ള ഒരാളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിലുള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല, അവരോടുള്ള ഒരു ബഹുമാനക്കുറവാകുമോ അല്ലെങ്കിൽ അവരെ അതിക്രമിച്ച് കയറിലാകുമോ എന്ന് പേടിച്ചിട്ടൊന്നും ചെയ്യൂല. എന്നാൽ ഈ സ്ഥാനത്തുള്ള ആളത്തെ ചെയ്യുമോ, അവൻ ചെയ്യൂല. ഇതാണ് ഇന്ന് പല നാടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനോപകാരപ്രദമായ ഒരു നാടിനും സമൂഹത്തിനും പള്ളിക്കും മദ്രസക്കും ഉപകാരപ്രദമായ എത്രയോ സേവനങ്ങൾ ചെയ്യാം, എത്രയോ നന്മകൾ ചെയ്യാം, എത്രയോ പാവപ്പെട്ടവരെ സഹായിക്കാം, എത്രയോ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, എത്രയോ രോഗികളെ സഹായിക്കാം. അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരൊന്നും ചെയ്യില്ല, നിഷ്ക്രിയരാവും. ആ പേര് മാത്രം, ആ പേരിന് വെള്ളിയിട്ട് നാളാകുക, മൈക്കമിരിക്കുക, ചെയർമാനാകുക, സ്റ്റേജിൽ ഇരിക്കുക, അതൊക്കെ ഭയങ്കരമാണ്. അവരത് ഒഴിഞ്ഞു കൊടുക്കൂല, എന്നാൽ അവരൊറ്റൊന്നും ചെയ്യൂല. അതുകൊണ്ടാണ് നബിതങ്ങൾ അബൂദർ എന്ന സ്വഹാബിയുടെ ചുമലിൽ തട്ടിയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ പൊന്നുമോനെ, നീ ദുർബലനാണ്, നീ ദുർബലൻ, അല്ലെങ്കിൽ അന്നൊന്നിന് പറ്റൂല. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യും, ഈ അധികാരമൊന്നും ചോദിച്ചു വാങ്ങണ്ട, നീ ഒരിക്കലും മെമ്പർ ആവണ്ട, അതിന് നിൽക്കണ്ട. അത് യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ അധികാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇന്നഹ അമാനത്തുന്നത് വലിയ അമാനത്താണ്, സൂക്ഷിപ്പ് സ്വത്താണ്. എവിടെയെങ്കിലും ഒരു ചെറിയ പാളിച്ച വന്നാൽ വൈന്നഹ യൗമൽ ഖിയാമത്തി ഹുസിയുൻ, പരലോകത്ത് വമ്പം പരാജയക്കാരം, വനദാമത്തുൻ, ഭയങ്കരമായിട്ട് കൈ കടിച്ച് ദുഃഖിക്കേണ്ടി വരും. ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ, അതിൻ്റെ ഹക്കോട് കൂടെ നിർവഹിച്ച ആൾക്കാരൊഴികെ. ഉമർ തങ്ങൾ പറഞ്ഞെന്താ, ഞാൻ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൂഫ്രട്ടീസ് നദീതീരത്ത് ഏതെങ്കിലും ഒരു ഒട്ടകത്തിൻ്റെയോ കുതിരയുടെയോ കുളമ്പ് മണ്ണിൽ താഴ്ന്നു പോയാൽ, ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടി കടപ്പുറത്ത് ചത്തുപോയാൽ, അതിൻ്റെ കാലോ മറ്റോ ഭൂമിയിൽ ആണ്ടുപോയാൽ, അതിൻ്റെ പേരിൽ പോലും ഈ ഉമർ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. എന്തുകൊണ്ട് മൃഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഫുട്പാത്ത് ശരിയാക്കിയില്ല എന്ന് പടച്ചോൻ എന്നോട് ചോദിക്കും. ഉമർ തങ്ങൾ കരഞ്ഞു പറയാം, ഞാൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൃഗത്തിന് കൃത്യമായി സഞ്ചരിക്കാൻ പറ്റാതെ സഞ്ചാരയോഗ്യമായ പാതകൾ ഇല്ലാതെയായാൽ, അതിൻ്റെ കാല് പൂണ്ടുപോകുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഞാൻ ചോദിക്കപ്പെടും. ഇനി നമ്മുടെ നാട്ടിലോ ഒരു ഡ്രെയിനേജ് ശരിയാക്കണില്ല, വെള്ളം പോകാനും ശരിയാക്കണില്ല, റോട്ടിൽ നടന്നു പോകുമ്പോൾ ശരിക്കൊരു സ്ലാബ് ഇടുന്നില്ല, അതിക്കാണ് വീണ കൈക്കാൻ നശിച്ചു പോവാണ്, ശരിക്കും വെള്ളം പോകാൻ സൗകര്യം ചെയ്യണില്ല. ഇതൊക്കെ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണെങ്കിൽ അതിലൊന്നും അവർ ശ്രദ്ധിക്കണമില്ല. മര്യാദക്ക് റോഡുണ്ടാക്കണില്ല, വഴി ശരിയാക്കണില്ല. തിരഞ്ഞെടുപ്പ് വരാൻ നേരത്ത് സജീവാവും. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവർ ചെയ്യേണ്ടതാണ്. അപ്പോഴൊക്കെ ഫ്ലക്സൊക്കെ വെച്ചിട്ട് മെമ്പർക്ക് അഭിവാദ്യങ്ങൾ, ഇന്നാക്ക് അയാളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, അയാൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമല്ല, അതിനെന്തിനാ അഭിവാദ്യം കൊടുക്കേണ്ട ആവശ്യം? ഞാൻ കുറ്റപ്പെടുത്തല്ല, അയാൾ ചെയ്തത് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുക, അയാൾ നിർവഹിച്ചല്ലോ. പക്ഷേ ഒരു കാര്യം കൂടി ചിന്തിക്കണം, ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുമ്പോഴേക്ക് ഞാൻ ചെയ്യേണ്ട തന്നെയാണ്. എൻ്റെ കുട്ടിക്ക് ഞാൻ സ്കൂളിലേക്കുള്ള യൂണിഫോമും ബുക്കും പെന്നൊക്കെ വാങ്ങിയെടുക്കണം, എന്നിട്ട് ഞാൻ തന്നെ ഫോട്ടോ വെക്കുക, എൻ്റെ കുട്ടിക്ക് പിതാവ് വാങ്ങിക്കൊടുത്തു, അങ്ങാടിയിലൊക്കെ ഇത് എരപ്പത്തരം തന്നെ എന്താ പറയുക, ഞാൻ ചെയ്യേണ്ടതല്ലേ. എൻ്റെ ഭാര്യയ്ക്ക് ഞാനാണെന്ത് ഡ്രസ്സ് എടുത്ത് കൊടുക്കേണ്ടത്, എന്നിട്ട് അത് ഞാൻ വാട്സപ്പിലിടുക, എൻ്റെ ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തു, അത് ഞാൻ ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ എന്തിനാണ് പെണ്ണെട്ടിയത്? അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതേമാതിരി തന്നെയാണ് നമ്മൾ അധികാരത്തിലെത്തിയാൽ നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യമാണത്. കേന്ദ്ര സർക്കാരിനടുത്തുനിന്നോ കേരള സർക്കാരിനടുത്തുനിന്നോ ഫണ്ട് വാങ്ങിയിട്ട് റോഡുണ്ടാക്കി കൊടുക്കലും ഫുട്പാത്ത് ഉണ്ടാക്കി കൊടുക്കലും കട്ട വിരിച്ചു കൊടുക്കലൊക്കെ നമ്മുടെ ബാധ്യതയാണ്. എന്നിട്ട് അത് ചെയ്യുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഔദാര്യം കൊടുത്ത മാതിരി, നമ്മൾ സ്വന്തം കീശയിൽ നിന്ന് എടുത്തു കൊടുത്ത മാതിരി ഭയങ്കര ഫ്ലക്സ്. ഇത് ഭയങ്കര തെറ്റാന്നല്ല പറഞ്ഞത്, നമ്മൾ ചെയ്ത സംഗതി ജനങ്ങളെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെയൊക്കെ പലപ്പോഴും നിയ്യത്ത് മാറിപ്പോകാറുണ്ട്. അവിടെയാണ് വിഷയം. ആക്ഷേപിച്ചിട്ട് പറഞ്ഞതല്ല,
അതാണ് മുത്തുനബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്, ഈ അധികാരത്തിൽ കേൾക്കുമ്പോഴേക്ക് മണ്ടി വീണ് ചാടരുത്. കാരണം ഇന്നക വ ഇന്നഹാ അമാനത്തുൻ വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖസിയുൻ വ നദാമത്തുൻ, പരലോകത്ത് ഖേദായിരിക്കും, ദുഃഖമായിരിക്കും. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ആൾക്കാരെ എന്നൊക്കെ വിട്ടുക്കും പേടിയേക്കാരം, പടച്ചോനെ എവിടെയെങ്കിലുമൊക്കെ ഒരു തെറ്റ് സംഭവിക്കുമോ എന്ന് ഭയമായിരിക്കും. അവർ മുന്നോട്ട് വരൂല, അവർക്ക് ഭയങ്കര ബേജാറായിരിക്കും. വിമർത്തങ്ങളൊക്കെ പാതിരാ സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് എവിടെയാണ് അന്നമില്ലാത്ത വീട്, പുകവന്താത്ത അടുപ്പെവിടെ എന്ന് ചിന്തിച്ച് നടക്കുമായിരുന്നു. ഞാൻ അധികാരിയാകുമ്പോൾ ഒരാൾക്ക് വല്ല വിഷമം പ്രയാസമുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുമെന്ന്. ഇപ്പോൾ ഈ ഹദീസ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പാടാണ്. എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ പാര വെച്ചിട്ടും ചരട് വലിച്ചിട്ടും ഉള്ളിൽ പണിയെടുത്തിട്ടും തിരുപ്പം പണിയെടുത്തിട്ടും അവിടെ വിളിച്ചും ഇവിടെ വിളിച്ചും രഹസ്യമായി പല നീക്കങ്ങളൊക്കെ നടത്തി ചരട് വലിക്കലൊക്കെ നടത്തി എങ്ങനെയെങ്കിലും ഒരു സ്ഥാനം കൈക്കലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈമാൻ അല്പം ഹൃദയത്തിലുണ്ടെങ്കിലൊന്ന് ചിന്തിക്കുക. ജനങ്ങൾക്ക് സേവനം ചെയ്ത് ഉത്തരവാദിത്വങ്ങളൊക്കെ ശരിക്കും നിർവഹിച്ച് പരലോകത്ത് കൂലി കിട്ടാനും പടച്ചോൻ്റെ പൊരുത്തം കിട്ടാനാണെങ്കിലും ഹൈറാണ്. അതല്ലെങ്കിൽ ഇന്നഹാ അമാനത്തുൻ വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖസിയുൻ വ നദാമത്തുൻ, പരലോകത്ത് തീരാ ദുഃഖമാകും, കൈകടിച്ച് വേദനിക്കേണ്ട സങ്കടപ്പെടേണ്ട വലിയ ഭാരമാകും, വമ്പൻ പരാജയമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പാരി ചിന്തിക്കണം. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ അറിയാം, നമ്മളെ സ്ഥാനത്തിന് യോജിച്ച ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നൊരു ബോധം ഉണ്ടാവും. അതിന് ഈ ഹദീസുകളൊക്കെ അല്ലാഹു നമുക്ക് നാഫിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.